ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അയ്യോ വയ്യേ. അപ്പം നമ്മൾ ഇന്നൊരു ഭയങ്കര ഒരു വൃത്തി സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മൾ കുറേ റീൽസും ഓൺലൈൻ കണ്ടതാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്തേക്കൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവുക. അവിടെ പോയിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ സ്റ്റേഷൻ സ്ക്വയർ ഇറങ്ങി ഇനി ബസ് പിടിക്കാനുള്ള പ്ലാനാണ്. നല്ല രീതിയിൽ സമ്മർ തുടങ്ങി ഗൈസ്. സഹിക്കാൻ പറ്റാത്ത ചൂട്. എന്താവുമെന്ന് അറിയത്തില്ല. അവളെ എവിടേക്കോ നമ്മളെ വിളിച്ചോണ്ട് പോവാ ഗൈസ്. ഗൂഗിൾ മാപ്പിൽ പോലും സ്ഥലമില്ല. അങ്ങ് പോയിടേ ഉള്ളൂ. പാവ അത്ര തിരിച്ചാണ്. വെല്ലുണ്ട് അതേപോലെ എന്നെ കണ്ടു. വീണ്ടും മൂടുമൊക്കെ തിരിച്ചു പോയി. അപ്പം നമുക്ക് പോകാം. നമ്മള് ഗാർഡനിലെത്തി ടിക്കറ്റ് എടുക്കുകയാണ്. ഇതാണ് എൻട്രൻസ്. ഇതൊരു ഗാർഡൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഗാർഡൻ ഷർവേദേവി എന്നാണ് ഇതിന്റെ ഒരു പേര്. ട്രീ ഗൈസ്, ഇതിൽ ക്ലൈംബ് ചെയ്ത് കയറിയാൽ നമുക്ക് നിറയെ വിസ്റ്റം കിട്ടും. ഇത് സുമയ ഫാത്തിമ, SCU 9th സെം സ്റ്റുഡൻ്റ് ആണ്. എല്ലാവിധ ആലോചനകളും ഇത് മുസ്ലിം നിസ്കരിക്കുന്ന ചെറുക്കന്മാർക്ക് ഫസ്റ്റ് പ്രിഫറൻസ്, പിന്നെ വലിക്കാത്ത കുടിക്കുന്നതും പെണ്ണ് പിടിക്കുന്നതും ആയിട്ടുള്ളവരെ എടുക്കുന്നതല്ല. ഹലോ, ഉറങ്ങുവാ.
ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര രസമാണ് ഈ സ്ഥലം. ഞാൻ ഹാപ്പി അല്ല. നിങ്ങൾ അവിടെ ഹാപ്പി അല്ല. പീസ്ഫുള്ളാണ്. പോയിക്കോ പോയിക്കോ. ഇവിടെ കുറെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ വ്ലോഗ് എടുക്കാൻ മറന്നു പോവുക. വീഡിയോ എടുത്താലോ? എത്ര ലാരിയാ? തൊട്. ഒരു ചെമ്പനി മണം ഉണ്ടോ? ഇത് ലാവൻഡർ പറിച്ചാ നീയത്? ശരിക്കും ഇവിടെ യാഡ്ലി പൗഡറിന്റെ മണം. അത് നല്ലൊരു ആശയമാണ്. ഉറങ്ങാൻ പോവാണ്. എനിക്ക് രതീഷ് അത് നോക്ക്. ഇറ്റ്സ് വെരി പ്രിറ്റി. രാവിലെ ആവുമ്പോ രാവിലെ ആകുമ്പോ ഇങ്ങനത്തെ വലിയ പൂവായിരിക്കും. സൺലൈറ്റ് അടിച്ചിട്ട് എണ്ണിക്കുന്ന. അതെ, അതെ, അതെ. 9 o'clock AM എല്ലാരും വെയിറ്റ് ഇതൊരു മറ്റേ കാക്ടസ് ആണ്. ഈ ഒരു ഏരിയയിലോട്ട് മൊത്തം അങ്ങനത്തെയാണ്. എത്ര രൂപയാണ് ഓരോന്ന്? ഡിപ്പെൻസ്. ഇതിന്റെ ഒരു വളർച്ച അനുസരിച്ച്. ഇപ്പൊ ഇതൊരു ബേബി പ്ലാന്റ് ആയതുകൊണ്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. ഇതൊരു 100 ലാറിയാണ് ഈ ഒരു ചെറിയ പോട്ടിന് വരുന്നത്. പിന്നെ ഈ ഒരു വലിയ കൊട്ട വാങ്ങിക്കുവാണെങ്കിൽ 1000 ലാറിയോളം ആകും. അതെ അതെ അതെ, ശരിയാ ശരിയാ. സ്വർണ്ണമാണല്ലോ വളർത്തുന്നത്. നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് പോകുന്നത്. ഇടീ നമ്മൾ
കിട്ടാത്തതിൽ വിഷമത്തിലാണ്. നല്ല വിഷമമുണ്ട്, കാട്ട് വിഷമമുണ്ട്, കരയണമെന്നുണ്ട്, പക്ഷെ മിണ്ടാതിരിക്കാം. ഇതിന് വരെ ആപ്പിൾ കേക്ക് ഓർഡർ ചെയ്താൽ മതി. താങ്ക് യു. ശ്രീകുട്ടി കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? വലിയ മധുരമില്ല. അവള് പറഞ്ഞ ശരിയാ, കയ്പുള്ളവർ. ഞാൻ ഫ്ലൈറ്റിലൊക്കെ എനിക്ക് തോന്നുന്നു പിഴിഞ്ഞു തരുന്നതാണ്. ഫ്രഷ് ആയിരിക്കും, ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞു ഫ്രഷ് ആയിട്ടല്ല തോന്നിയ. കുടിക്ക്. ഫ്രഷിന് ഒരു മധുരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഫ്ലൈറ്റ് ഫ്ലോപ്പ്, അട്ടർ ഫ്ലോപ്പ്, കാറ്റ് ഫ്ലോപ്പ്. മധുരമില്ല. ഇങ്ങനെയുണ്ട്, ചീസ് പോലെയാണ്. ജസ്റ്റ് ചീസ് കേക്ക് എന്ന പേരുള്ളതുകൊണ്ട് ചീസ് ഒരു വാരി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. മധുരമില്ല. പിന്നെ മധുരം തോന്നല്ലേ. പിന്നെ ഓറഞ്ച് ജ്യൂസ് നമ്മൾ വിചാരിച്ചു ഗാർഡനൊക്കെ ആയതുകൊണ്ട് ഫ്രഷ് പിഴിഞ്ഞ് വരുമെന്ന്. പക്ഷെ നോ, ഇറ്റ്സ് പാക്കറ്റ് ജ്യൂസ്. അട്ടർ ഫ്ലോപ്പ്. ചീസ് കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്, പക്ഷെ വെരി ഡിസപ്പോയിന്റഡ് ഇൻ ദിസ്. എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കഴിക്കും. സപ്പറയും പോവാം. മിൽക്ക് കേക്ക് വാങ്ങിക്കും. എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഒരു മിൽക്ക് കേക്ക് വാങ്ങിച്ച് തിന്നാം. അങ്ങോട്ട് സപ്പറയും നിറച്ചാൽ കേക്ക് കഴിക്കാൻ പുതിയതല്ല, വേറൊരു കടയിൽ ഇതിന്റെ കാര്യം വരുമ്പോ കൂരി വിണ്ടിരിക്കും. ഏറ്റവും മധുരപ്രിയയായ ഒരു പ്രിയയാണ് കൂട്ടത്തിൽ ഏറ്റവും ഡിസപ്പോയിന്റഡ് സുമിയാണ്. കാശിന് കൊള്ളത്തില്ല. സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു. ബട്ട് ഈ ഒരു ഇത് നമ്മൾ ഈ ട്രൈ ചെയ്തത് ചിലപ്പോൾ ഒരു ഫ്ലോപ്പ് ആയിരിക്കും. നമ്മൾ നിങ്ങൾ കാണുകയായിരിക്കും. വാങ്ങിച്ച സാധനം ബാഡായിരിക്കും. എനിക്ക് അവർ ഉണ്ടാക്കാൻ ശ്രമിച്ചത് വളരെ എന്തോ വലിയൊരു സംഭവമാണ്. ഫസ്റ്റ് 2 എണ്ണം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി സാധനങ്ങൾ ഓർഡർ ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ കഴിച്ചിട്ടുള്ള ചീസ് കേക്ക് റേറ്റിലായിരിക്കും. ചീസ് കേക്ക് ഇല്ലേ, ഭയങ്കര ടേസ്റ്റ്. 14 അറിയാം. നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമ്മള് വീഡിയോ കാണിക്കാം. അവിടെ പോവാണ്, എല്ലാവർക്കും വിഷമം മധുരം കിട്ടാത്ത. നമ്മള് പൈസ കൊടുത്ത് നമ്മളൊരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ. ചീസ് കേക്ക് നമ്മൾ ഓർഡർ മുന്നേ കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് കിട്ടാത്തത് അതെ, നമ്മൾ ഇച്ചിരി കുറ്റം പറയുന്നത്. പ്ലാനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇന്നിവിടെ അൽബേക്ക് എന്ന് പറഞ്ഞൊരു മന്തിക്കടയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2ാമത്തെ ഔട്ട്ലെറ്റ് തുറക്കുക ദുബൈയില് തുറന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ പരിപാടി ഉണ്ട്. ഓൾറെഡി എനിക്കൊന്ന് കഴിഞ്ഞു. അപ്പം ചിലവരുടെ നിർബന്ധപ്രകാരം നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം സപ്പോറയിൽ വേറൊരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഒരു സൈഡാ പൈസ പോകുന്നുണ്ട്. മെട്രോ ഇറങ്ങി ഇനിയും ആ സ്ഥലത്തേക്ക് പോകാൻ. ഞങ്ങളുടെ ക്ലാസ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ്, ലുബ്ലിയാന സ്ട്രീറ്റിൽ. അപ്പോൾ ഇനിയും അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ സ്ട്രീറ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ ഒരു വൈബാണ് ഇവിടെ. ഇവിടെയും ഉണ്ട് ഇങ്ങനത്തെ കടകൾ. എനിക്ക് അപ്പച്ചൻ്റെ തോട്ടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഫ്രഷ് ആപ്പിളാണ്. ഞങ്ങൾ പേവേർട്സ് ഒന്നും വിചാരിക്കില്ല, പക്ഷെ ആ ജീൻസ് നല്ല രസമുണ്ട്, തിളങ്ങുന്ന ജീൻസ്. അപ്പച്ച ഒന്ന് മാറപ്പച്ച. ഇത് രാവിലെയും പകലൊക്കെ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആകുന്ന ഒരു മാർക്കറ്റ് പോലത്തെ ഏരിയയാണ്. ഫുൾ പച്ചക്കറിയും ഫ്രൂട്ട്സും. പിന്നെ ആ ഒരു ഇപ്പൊ ഈ അമ്മച്ചി നിൽക്കുന്ന അവിടെയാണ് ഇവിടുത്തെ മീൻ വിൽക്കുന്നത്. നല്ല ഫ്രഷ് മീൻ വന്നവര് രാവിലെ വന്ന് വിൽക്കും. നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോകുമ്പോൾ കാണുന്നതാണ് ഈ സംഭവങ്ങൾ. ഇപ്പം എല്ലാവരും അടച്ചൊരു വീട്ടിൽ പോകാൻ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ സമയം 9:20 പക്ഷെ 8:30 വരെയും വെളിച്ചമുണ്ടായിരുന്നു. 8:30ക്കാണ് ഇവിടെ സൺസെറ്റ്. ഇപ്പം സമ്മർ വൈബ്സ് ഗൈസ്. ആ കുറെ ഏരിയാസിലാണ് മൊത്തം എക്സ്ചേഞ്ചസ് ആണുള്ളത്. ഇപ്പം റേറ്റ് ഭയങ്കര ഇടിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ വന്ന സമയത്ത് 3.14 ഉള്ള ഇപ്പോഴത്തെ ഡോളർ റേറ്റ് 2.74. സോ ഇതിപ്പോൾ ദിദുബെ മെട്രോയുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ഥിരം ക്ലാസ്സിന് വരുന്ന സ്ഥലമാണ്. ആഗ്രഹം ചില കുട്ടികളൊരു ആഗ്രഹം പറഞ്ഞു നമ്മളിങ്ങനെ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പോവുക. പണ്ട് ഞാനും അതൊക്കെ ജോർജിയിൽ പഠിക്കാൻ വന്ന സമയത്ത് ഇവിടെ ആകെ ഒരു 3 കടകളുള്ളായിരുന്നു. മൂസാക്കായി, ലഞ്ച് ബോക്സ്, ഇന്ത്യൻ ക്വീൻ. ഇപ്പൊ ഇരിക്കുന്ന കറിക്കൂട്ടില്ലേ, അവിടെ ഇന്ത്യൻ ക്വീൻ ആയിരുന്നു.
അവിടുത്തെ ഒരു തന്തൂരി ചിക്കൻ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ ചാകര പോലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് ഇവിടെ. ആക്ച്വലി പാലസിൽ തുടങ്ങിയിട്ട് യുക്രൈനിൽ നിന്ന് വന്നേക്കുന്ന ഒരു ഏജന്റാണ്. ഇതാണ് പുതിയ അൽബേക്കിന്റെ ഔട്ട്ലെറ്റ്. ഫുഡ് വന്നിട്ട് ബാക്കി കാഴ്ചകൾ ആണ്. നമ്മൾ ഓർഡർ ചെയ്ത ഷവായി. ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടർഫുൾ ഡേ തീർന്നിരിക്കുക. നമ്മള് മന്തി കഴിച്ചു ഗൈസ്. നല്ല വയറൊക്കെ ഭയങ്കര ഫുള്ളായിട്ടിരിക്കുക. ബാക്കി നമ്മള് പാഴ്സലും എടുത്ത് കൊണ്ടുപോകാൻ. സുമി ഒട്ടും കഴിച്ചില്ല. കുരി എന്തേലും പറ. കൂരി അവിടെ അവള് ഹെലൻ ഇരിക്കുന്നത് ടെക്നിക്കൽ ഡിഫോൾട്ടീസ് ആണ്. ഗൈസ് നമ്മള് പോവാ. അപ്പൊ ബൈ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.